ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഹരണ രീതികൾ എന്ന് പറഞ്ഞ 4ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 50 മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ നോക്കൂ, ചുവടെ സംഖ്യകൾ അടുക്കിയിരിക്കുന്ന രീതി നോക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് കുറേ സംഖ്യകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരേ വരിയിലെ സംഖ്യകൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ശിഷ്ടങ്ങൾ തമ്മിലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരേ വരി എന്ന് പറഞ്ഞാൽ ഏതാണ് വരി? 0, 1, 2, 3, 4 ഇതാണ് ഒരു വരി അല്ലേ. രണ്ടാമത്തെ വരിയോ 5, 6, 7, 8, 9 രണ്ടാമത്തെ വരിയിലുള്ളത്. അങ്ങനെയാണ് വരി പോകുന്നത്. അപ്പോൾ ഒരേ വരിയിലെ സംഖ്യകൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അതിൻ്റെയൊക്കെ ഹരണഫലങ്ങൾ വരുന്നത്? അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ വരിയിലാണെങ്കിൽ അതിലെ സംഖ്യകൾ എന്ന് പറയുന്നത് 0, 1, 2, 3, 4 ആണ് അല്ലേ. അതിൻ്റെ ഹരണഫലങ്ങൾ എത്രയാണ്? അതിന് 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും എന്തില്ല, അവന് 5 ഇല്ലാത്തതുകൊണ്ട് ഹരണഫലങ്ങൾ എല്ലാത്തിനും 0 ആണ് അല്ലേ. എല്ലാത്തിൻ്റെ ഹരണഫലം എന്ത് തന്നെയാണ്? ആദ്യത്തെ 5 സംഖ്യ, ഒരു ഒന്നാമത്തെ വരിയിലെ 5 സംഖ്യേൻ്റെ ഹരണഫലങ്ങളും 0 ആണ്. ശിഷ്ടാണെങ്കിലോ 0, 1, 2, 3, 4 അങ്ങനെ വരുന്നുണ്ട് അല്ലേ. ശിഷ്ടം ആദ്യത്തിന് 0 ആണ്, രണ്ടാമത്തെ സംഖ്യക്ക് 1 ആണ്, പിന്നെ 2, പിന്നെ 3, പിന്നെ 4 അങ്ങനെയാണ് ശിഷ്ടം വരുന്നത്. ഇനി രണ്ടാമത്തെ വരിയിലെ സംഖ്യകൾ നോക്കൂ. 5, 6, 7, 8, 9 ആണല്ലേ സംഖ്യകൾ. അതിൻ്റെ ഹരണഫലങ്ങൾ എന്താണ്? 5നെ 5 കൊണ്ട് ഹരിക്കുക പറഞ്ഞാൽ ആൻസർ വരുന്നത് 1 അല്ലേ. 6ൽ എത്ര 5 ഉണ്ട്? അത് 1 തന്നെയാണ് അല്ലേ. 7ലോ അതിലും 1 തന്നെ ഉള്ളൂ. 8ലും 1 തന്നെ ഉള്ളൂ. 9ലും ഒരു 5 ഉള്ളത്. ശിഷ്ടം വരുന്നുണ്ട്, പക്ഷേ പിന്നെ ഹരണഫലം വരുന്നത് എല്ലാത്തിലും എന്താണ്? 1 എന്നാണ്. ശിഷ്ടാണെങ്കിലോ ആദ്യത്തിന് ശിഷ്ടമില്ല, 0 ആണ്. രണ്ടാമത്തിൽ 1 എന്ന് ശിഷ്ടം വരും, മൂന്നാമത്തിൽ 2, നാലാമത്തിൽ 3, പിന്നെ അടുത്തിൽ 9 എന്നുള്ളിൽ ശിഷ്ടം എത്ര വരുന്നത്? 4 ആണ്. 9നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4 കിട്ടും അല്ലേ. ഇനി മൂന്നാമത്തെ വരിയിലാണെങ്കിൽ സംഖ്യകൾ 10, 11, 12, 13, 14 ആണ് അല്ലേ. അതിൽ ഹരണഫലങ്ങൾ വരുന്നത് എത്രയാണ്? 10നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ആണ് ഹരണഫലം വരുന്നത്. 11നാണെങ്കിലും 12നാണെങ്കിലും 13നാണെങ്കിലും 14നാണെങ്കിലും 5 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം വരുന്നത് 2 തന്നെയാണ്. 4 ശിഷ്ടാണെങ്കിലോ നേരത്തെ ഉള്ള പോലെ തന്നെ 0, 1, 2, 3, 4 അങ്ങനെ തന്നെയാണ് അല്ലേ ശിഷ്ടം വരുന്നത്. ഇനി നാലാമത്തെ വരിയിലാണെങ്കിലോ അപ്പോഴും എന്ത് തന്നെയാണ്? ഹരണഫലങ്ങൾ 3 ആവും, ശിഷ്ടം ഇതന്നെയാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ വരിയിൽ പിന്നെ ഹരണഫലം 0 കിട്ടി, രണ്ടാമത്തെ വരിയിൽ 1, മൂന്നാമത്തിൽ 2, നാലാമത്തിൽ 3 അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരേ വരിയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലങ്ങൾ എന്താണ്? തുല്യമാണല്ലേ. ഓരോ വരിയിലും തുല്യമായ ഹരണഫലങ്ങളാണ് കിട്ടുന്നത്. ഓരോ വരിയിലും വേറെ വേറെ സംഖ്യയാണ്, എന്നാലും ഒരേ വരിയിലുള്ളതാവുമ്പോൾ എന്താണ്? തുല്യമായിട്ടുള്ള ഹരണഫലമാണ് കിട്ടുന്നത്. ഇനി ശിഷ്ടങ്ങൾ തമ്മിൽ എന്താ ബന്ധമുള്ളത്? എല്ലാ വരിയിലും 0, 1, 2, 3, 4 തന്നെയാണ് എല്ലാ വരിയിലുള്ള ശിഷ്ടവും കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരേ നിരയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിച്ചാലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നോക്കൂ, നമുക്ക് ഓരോ നിരയിലായിട്ട് പരിശോധിക്കാം. ഒന്നാം നിരയിലെ സംഖ്യകൾ ഏതൊക്കെയാണ്? 0, 5, 10, 15 അങ്ങനെ താഴോട്ട് അല്ലേ. അതാണ് ഒന്നാമത്തെ നിര എന്ന് പറയുന്നത്. അതിലുള്ള ഹരണഫലം എത്രയാണ്? എല്ലാത്തിലും പിന്നെ 1 ആണോ? അല്ല, നേരത്തെ എല്ലാത്തിലും ഹരണഫലം, ഒരു വരിയിലെ മൊത്തം ഹരണഫലം തുല്യമായിരുന്നു. ഇതിലെങ്ങനെയാണ്? ഹരണഫലം തുല്യമല്ല, പക്ഷേ ശിഷ്ടം തുല്യമാണ് അല്ലേ. ഹരണഫലം എത്രയാണ് വരുന്നത്? ആദ്യത്തിൽ 0 തന്നെയാണ്, രണ്ടാമത്തിൽ 1, പിന്നെ 2, അടുത്തതിൽ 3 ആണ് വരുന്നത് അല്ലേ. 4 സംഖ്യകളല്ലേ ഉള്ളത്. അപ്പോൾ ഹരണഫലം ഓരോന്നിലും വ്യത്യാസമുണ്ട് അല്ലേ. പിന്നെ ശിഷ്ടാണെങ്കിലോ എല്ലാത്തിലും 0 ആണ്. ഇനി അടുത്ത പിന്നെ നിര നോക്കൂ. അതിൽ സംഖ്യകൾ എന്ന് പറയുന്നത് 1, 6, 11, 16 ആണ് അല്ലേ. അതിൽ ഹരണഫലം എന്താണ്? 0, 1, 2, 3 തന്നെയാണ് ഹരണഫലം വരുന്നത്. അതായത് 1ൽ എത്ര 5 ഉണ്ട്? 1ൽ 5 ഇല്ല, എത്രയാണ്? അപ്പോൾ 0 എന്നാണ് കൊടുക്കണ്ടേ. 6ൽ എത്ര 5 ആണുള്ളത്? ഒരു 5 ആണുള്ളത് അല്ലേ. അപ്പോൾ 1 എന്ന് കൊടുക്കാം. 11ൽ എത്ര 5 ഉണ്ട്? 2 5 ഉണ്ട്, ശിഷ്ടം 1 വരുന്നുണ്ട് അല്ലേ. പിന്നെ 16ൽ എത്ര 5 ഉണ്ട്? അതിലും 3 5 ഉണ്ട്, ശിഷ്ടം 1 വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ നിരയിൽ നോക്കുകയാണെങ്കിലും ഹരണഫലം അപ്പോഴും എന്ത് തന്നെയാണ്? 0, 1, 2, 3 തന്നെയാണ് ഓരോന്നിലും വരുന്നത്. ശിഷ്ടം എന്തായി? 1 എന്നുള്ളത് 2 ആയി അല്ലേ. മൂന്നാമത്തെ നിരയിലായപ്പോൾ ശിഷ്ടം 2 ആയി. ഇനി നാലാമത്തെ നിരയിലാവുമ്പോഴോ ശിഷ്ടം 3 ആകും, അഞ്ചാമത്തെ നിരയിലാവുമ്പോൾ ശിഷ്ടം 4 ആകും. ഹരണഫലം എപ്പോഴും എന്ത് തന്നെയാണ്? ഓരോന്നിലും ഓരോ നിരയിലും 0 വരുന്നുണ്ട്, അതുപോലെ 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. അപ്പോൾ അവ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാം. ഒരേ നിരയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം തുല്യമാണ് കിട്ടുന്നത് അല്ലേ. അതുപോലെ ഹരണഫലാണെങ്കിലോ ഒരു നിരയിൽ തന്നെ 0, 1, 2, 3 വരുന്നുണ്ട്. ഓരോ നിരയിലും അങ്ങനെ തന്നെയാണ് കിട്ടുന്നത് അല്ലേ. ഹരണഫലം 0, 1, 2, 3 ആണ് കിട്ടുന്നത്. ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യന്.
10ാമത്തെ വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. 10ാമത്തെ വരിയിൽ ഏതായിരിക്കും സംഖ്യ വരുന്നത്? അപ്പോൾ അത് കാണാനായിട്ട് നോക്കൂ, ആദ്യത്തെ വരിയിൽ 1ാമത്തെ വരിയിൽ ആദ്യത്തെ സംഖ്യ ഏതാണ്? 0 ആണ് അല്ലേ. 5നെ 0 കൊണ്ട് ഗുണിച്ചത്. രണ്ടാമത്തെ വരിയിൽ ആദ്യത്തെ സംഖ്യ കാണാൻ 5നെ 1 കൊണ്ടാണ് ഗുണിച്ചത്. രണ്ടാമത്തെ വരിത്തത് 5നെ 1 കൊണ്ട്. മൂന്നാമത്തെ വരിത്തത് കാണാനോ 5നെ 2 കൊണ്ട് ഗുണിച്ചതാണ് അല്ലേ. 5 × 2 അല്ലേ 10. മൂന്നാമത്തെ വരിത്തെ ആദ്യത്തെ സംഖ്യ 10 അല്ലേ. 5 × 2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10ാമത്തെ വരിത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? 5നെ 9 കൊണ്ട് ഗുണിക്കണം അല്ലേ. 5നെ 9 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ 10ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ കിട്ടുന്നത്. അപ്പോൾ എത്രയായിരിക്കും? 10ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 5 × 9 ആണ്. 5 × 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 ആണല്ലേ. അപ്പോൾ 10ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ എത്രയാണ്? 45 ആണ്. ഇനി അവസാനത്തെ സംഖ്യ എത്രയാണ്? ഈ ആദ്യത്തെ സംഖ്യ അവസാനത്തെ സംഖ്യയും തമ്മിലുള്ള ബന്ധം എന്താണ്? ആദ്യത്തെ സംഖ്യക്ക് 4 കൂട്ടിയതാണല്ലേ അവസാനത്തെ സംഖ്യ വരെ ഓരോ വരിയിലും. അപ്പോൾ അവസാനത്തെ സംഖ്യ എത്രയാണ്? 45ക്ക് 4 കൂട്ടിയാൽ മതി. അപ്പോൾ എത്രയാ? 49 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 12ാമത്തെ വരിയിലെ 4ാമത്തെ സംഖ്യ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ 12ാമത്തെ വരിയിലെ സംഖ്യ കാണാൻ 11 കൊണ്ട് ഗുണിച്ചാൽ മതി. 5നെ 11 കൊണ്ട് ഗുണിച്ചാൽ മതി. എന്നിട്ട് അത് ആദ്യത്തെ 11 കൊണ്ട് ഗുണിച്ചാൽ ആദ്യത്തെ സംഖ്യ കിട്ടുക. ആദ്യത്തെ 4ാമത്തെ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം? അതിക്ക് 3 കൂടെ കൂട്ടണം അല്ലേ. അപ്പോൾ 12ാം വരിയിലെ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 5 × 11 ആണ്. 12ാമത്തെ വരി ആയതുകൊണ്ട് 11 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 5 × 11 ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ എത്രയാ? 55 എന്ന് കിട്ടും. അപ്പോൾ 12ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ 55 എന്ന് കിട്ടി. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 4ാമത്തെ സംഖ്യയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ 4ാമത്തെ സംഖ്യ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിക്ക് 3 കൂട്ടിയാൽ മതി അല്ലേ. 4ാമത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ അതിക്ക് 3 ആണ് കൂട്ടേണ്ടത്. എന്താ കാരണം? അതിൽ ശിഷ്ടം വരുന്നത് എല്ലാം 3 ആണ്. ആ നിരയിൽ മൊത്തം 3 ആണ് ശിഷ്ടം വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ സംഖ്യ കിട്ടിയാലും പിന്നെ 4ാമത്തെ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ സംഖ്യക്ക് 3 കൂട്ടിയാൽ മതി. അപ്പോൾ എത്രയാണ്? 58 എന്ന് കിട്ടും. ഓക്കെ ആയിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മൾ കണ്ടത്? തന്നിട്ടുള്ള പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നമുക്ക് 5 എന്നുള്ളത് വന്നിട്ടുള്ളത് 2ാമത്തെ വരിയിലാണ്. അതായത് 5 × 1 ആണ് 2ാമത്തെ വരിയിൽ വന്നിട്ടുള്ളത്. 3ാമത്തെ വരിയിലാണ് 5 × 2 വന്നിട്ടുള്ളത് അല്ലേ. 3ാമത്തെ വരിയിൽ 5 × 2. അപ്പോൾ 12ാമത്തെ വരിയിൽ 5 × 11 ആണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണ് നമ്മൾ പിന്നെ 12ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ കണ്ടത്. ഇനി അതിൻ്റെ എത്രാമത്തെ സംഖ്യയാണോ കാണേണ്ടത് അതിൽ നിന്ന് 1 കുറച്ചതാണ് അതിൻ്റെ ശിഷ്ടം വരുന്നതില്ല. നിങ്ങൾക്ക് ആ പാറ്റേൺ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. ഓരോന്നിലും നമുക്ക് ശിഷ്ടം നമ്മൾ കണ്ടില്ലേ, കുറച്ച് നേരത്തെ എല്ലാത്തിൻ്റെ ശിഷ്ടം കണ്ടില്ലേ. ആദ്യത്തെ നിരയിൽ എല്ലാത്തിൻ്റെ ശിഷ്ടം 0 ആണ്. രണ്ടാമത്തെ നിരയിൽ എല്ലാത്തിൻ്റെ ശിഷ്ടം 1 ആണ്. പിന്നെ മൂന്നാമത്തെ നിരയിൽ എല്ലാത്തിൻ്റെ ശിഷ്ടം പിന്നെ എന്താണ് 2 ആണ്. 4ാമത്തെ നിരയിൽ എല്ലാത്തിൻ്റെ ശിഷ്ടം 3 ആണ്. പിന്നെ 5ാമത്തെ നിരയിലെ എല്ലാത്തിൻ്റെ ശിഷ്ടം എന്ത് ചെയ്യുന്നു? 4 ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എത്രാമത്തെ സംഖ്യയാണ് കാണേണ്ടതെന്ന് ചോദിച്ചാൽ ഫസ്റ്റത്തെ സംഖ്യ കിട്ടിയാൽ ആ ശിഷ്ടം കൂടി അങ്ങ് കൂട്ടിയാൽ മതി. ഇനി അതല്ലെങ്കിൽ ആ പാറ്റേൺ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വരിയത്തെ ഫസ്റ്റത്തെ സംഖ്യ കിട്ടിയാൽ ഓരോ സംഖ്യയും കിട്ടണമെങ്കിൽ അതിലേക്ക് എത്ര കൂട്ടേണ്ടത് നമുക്ക് അതിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ. അപ്പോൾ നമുക്ക് 4ാമത്തെ സംഖ്യയാണ് കിട്ടേണ്ടത് എന്നുള്ളതുകൊണ്ട് ആദ്യത്തെ സംഖ്യക്ക് 3 ആണ് കൂട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 58 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലുള്ള 5ാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കൂ. 123 എന്ന സംഖ്യ ഇതിലെ ഏത് വരിയിലെ എത്രാമത്തെ സംഖ്യയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അത് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 123നെ 5 കൊണ്ട് ഹരിക്കണം അല്ലേ. എങ്ങനെയാണ് 123നെ 5 കൊണ്ട് ഹരിക്കുക? നിങ്ങൾ ടെക്സ്റ്റിലുള്ള മെത്തേഡ് ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പഠിച്ച കാലത്തുള്ള ആ ഒരു രീതിയിൽ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നോക്കൂ, 123 ഹരിക്കണം 5 എന്നുള്ളത് സൈഡിൽ ഒരു കള്ളി വരച്ചിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ 1ൽ 5 ഉണ്ടോ നോക്കുക. 1ൽ 5 ഇല്ല. അതുകൊണ്ട് തന്നെ അടുത്ത സംഖ്യ കൂടി കൂട്ടി 12ൽ 5 ഉണ്ടോ നോക്കുക. 12ൽ 5 ഉണ്ടല്ലോ. എത്ര 5 ഉണ്ട്? 2 5 ഉണ്ട് അല്ലേ. 2 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ ആദ്യം മുകളിൽ നമുക്ക് 2 എന്നും താഴെ 10 എന്നും എഴുതി കൊടുക്കണം. അതായത് 12ൽ എത്ര 5 ഉണ്ട് എന്നുള്ളത് മുകളിൽ എഴുതി കൊടുക്കുക. 2 5 ആണ്. ഇനി ആ 2 × 5 10 എന്നുള്ളത് താഴെ എഴുതി കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? 12ന്ന് 10 കുറക്കുക. അപ്പോൾ എത്രയാ? 2 എന്ന് കിട്ടൂലേ. അത് അതിൻ്റെ താഴെ എഴുതി കൊടുക്കുക. അതിനുശേഷം ഇപ്പം 123ൽ 12ലെ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ബാക്കി 3 അവിടെ ഇല്ലേ. ആ 3 താഴേക്ക് ഇറക്കി എഴുതുക. അപ്പോൾ എത്രയായി? 23 എന്നായില്ലേ താഴെ. ഇനി 23ൽ എത്ര 5 ഉണ്ട് നോക്കുക. 23ൽ എത്ര 5 ഉണ്ട്? 4 5 അല്ലേ. 4. അപ്പോൾ മുകളിൽ 4 എന്ന് കൊടുക്കുക. 4 5 20 ആണ്. അപ്പോൾ ആ 20 എന്ന് താഴെ എഴുതുക. ഇനി ആ 23ന്ന് 20 കുറക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 3 എന്ന് കിട്ടും അല്ലേ. അതാണ് ശിഷ്ടം. 3ൽ ഇനി 5 ഇല്ലല്ലോ. അപ്പോൾ 3 ആണ് ശിഷ്ടമായിട്ട് കിട്ടുന്നത്. ഹരണഫലമായിട്ട് എത്രയാണ് കിട്ടുന്നത്? 24 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പഠിച്ച ആ ഒരു മെത്തേഡിൽ തന്നെ
ചെയ്യാം കേട്ടോ. അതായത് 123നെ 5 കൊണ്ട് ഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്? 123ൽ എത്ര 5 ഉണ്ട് നോക്കുക. ആദ്യം ഒരു 10 കൊണ്ടോ അല്ലെങ്കിൽ ഒരു 20 നോക്കുക. എന്നിട്ട് അതിൽ ബാക്കി എത്രയാണോ കിട്ടുന്നത് അതിൽ വീണ്ടും 5 അങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് അതെല്ലാം കൂടെ കൂട്ടുകയാണ് വേണ്ടതില്ലേ. അങ്ങനെ 24 നമുക്ക് കിട്ടും. ശിഷ്ടമായിട്ട് എത്രയാണോ ഉള്ളത് അതും അവിടെ ഉണ്ടാവും. അപ്പോൾ നോക്കൂ, നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് 24 അപ്പോൾ നമുക്ക് എത്രാമത്തെ വരിയിലായിരിക്കും ഇത് ഉണ്ടാവുക? അപ്പോൾ നോക്കൂ, ആ പാറ്റേൺ നോക്കൂ. നമ്മൾ ആദ്യം ഇത് ചെയ്ത് നോക്കിയതായിരുന്നു അല്ലേ. എങ്ങനെയാണ്? ഫസ്റ്റത്തെ വരിയിൽ 0 ഹരണഫലം കിട്ടിയത്. 0 ഹരണഫലമാണ് ഒന്നാമത്തെ വരിയിൽ കിട്ടിയത്. 1 എന്നാണ് ഹരണഫലം കിട്ടിയത് രണ്ടാമത്തെ വരിയിൽ. 2 എന്നാണ് ഹരണഫലം കിട്ടിയത് മൂന്നാമത്തെ വരിയിൽ. അപ്പോൾ 24 എന്ന് ഹരണഫലം കിട്ടൽ എത്രാമത്തെ വരിയിലായിരിക്കും? 25ാമത്തെ വരിയിലായിരിക്കും അല്ലേ. 25ാമത്തെ വരിയിൽ എത്രാമത്തെ സംഖ്യയാണ്? ശിഷ്ടം എന്ന് പറയുന്നത് 3 ശിഷ്ടം 3 കിട്ടുന്നത് 4ാമത്തെ സംഖ്യക്കാണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? 25ാമത്തെ വരിയിലെ 4ാമത്തെ സംഖ്യയാണ് എന്തെന്ന്? 123 എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ആ പാറ്റേൺ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.